അല്ലെ? ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇവൻ മാറിപ്പോയപ്പോ അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയില് നടക്കുമായിരുന്നു. ഇപ്പോ അങ്ങനെയുള്ള ഒരു കുറെ നാളുകളായിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയില് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞില്ല. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സ്ഥലം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം എന്നുള്ള സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിന് തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും IV ശശിയുടെ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ട് എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞില്ല. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സ്ഥലം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങള്, മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു, മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? അല്ലെ? ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇവൻ മാറിപ്പോയപ്പോ അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയില് നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുറെ നാളുകളായിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയില് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അന്നേരെ വാങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങള് അവർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവര് കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. എത്ര വലിയ മീഡിയ ക്രൗഡിനാണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് തക്ക് കൗണ്ടർ അടിക്കാതെ കഴിവുണ്ടെന്നായിരിക്കും എനിക്കറിയില്ല.